ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, എടുക്കട്ടെ? വേണ്ട രാധവേ, ഞാൻ രാവിലെ കഴിച്ചിട്ട് ഇറങ്ങി. നീ ചായ എടുക്കടി, സാറ് ചായ കുടിക്കും. ആ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ, കുറവുണ്ടച്ചാ. നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? അയ്യോ, അതിന്റെ ആവശ്യമില്ല സർ. അമ്മ മാഡത്തെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതാ. ആ മെഡിസിനാ ഇപ്പൊ കഴിക്കുന്ന. ഹോസ്പിറ്റലിൽ പോണ്ടച്ച. ഇന്നലത്തേക്കാൾ പനി ഇന്ന് കുറവുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പനി നല്ല കൂടുതലായിരുന്നു. മാഡം ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങാതിരുന്നത് ഞാനല്ല, രാജു. ഞാൻ നന്നായി ഉറങ്ങി. ഇവൻ നേരം വിളിക്കുന്നവരെ കാവിലിരുന്ന് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാ ഇവന് വെപ്രാളാണല്ലോ. അത് പിന്നെ സ്വന്തം ഭാര്യയ്ക്കാണ് ഈ പറയാൻ വേണ്ട. ഇവൻ ഈ വീട് പൊളിച്ചെടുക്കും. അയ്യോ സാറേ, സാറ് പറഞ്ഞത് ശരിയാ. ഇന്നലെ രാത്രി ഇവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ചില പഴയകാല മനുഷ്യരെ പോലെ പനിക്കൂർക്ക് പറിച്ചെടുക്കുന്നു, അരച്ചിവളുടെ നെറ്റിയിലിടുന്നു. 1000 വട്ടം ഭാര്യ മാഡം മാഡം ഒന്നും വിളിച്ചും കാണുമല്ലോ. എന്തായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഓഫീസിലേക്കൊന്നും പോണ്ട. നന്നായി റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ശരി അച്ഛാ. ആ, പിന്നെ ഇവളുടെ പനി കുറഞ്ഞിട്ട് നീ വന്നാ മതി. ശരി സാർ. നിനക്കൊരു അസുഖം വന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ അറിയിക്കായിരുന്നു. യാമിനെ മാത്രം അറിയിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടാ. തിരക്കുള്ളപ്പോഴും നിന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ. ആ, അത് വിട്ടേക്ക്. ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും യാമിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ചേച്ചി പറഞ്ഞത് നുണയാ. ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പിതാവിന് തന്റെ മകനോട് പറയേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ പറയേണ്ടതായ ചില സംഗതികൾ പറഞ്ഞല്ലേ പറ്റൂ. അമ്മ സ്നേഹം പഠിപ്പിക്കുന്നു, അച്ഛൻ ജീവിതം പഠിപ്പിക്കുന്നു, അധ്യാപകൻ അറിവ് പകരുന്നു. ഇങ്ങനെയാണല്ലോ ഒരാളുടെ വളർച്ച. ഞാൻ പഠിപ്പിച്ച ജീവിത പാഠങ്ങളിൽ എന്റെ കുഴപ്പം കൊണ്ടോ നീ പഠിച്ചതിന്റെ തകരാറുകൊണ്ടോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ് ഹൃദയം തുറന്ന് പറയാനുള്ള മടി. മനസ്സിലുള്ള കാര്യങ്ങള് മറ്റുള്ളവരോട് സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ വെട്ടി തുറന്ന് പറയാതെ അത് മനസ്സിലിട്ട് പെരുപ്പിക്കും. ഒടുവിലതങ്ങ് വഷളാവുകയും ചെയ്യും. അല്ല, ഈ കുഴപ്പം എനിക്കുണ്ട്. സരസ്വതി മാഡവും ഞാനും കൂടി നിന്റെ കല്യാണം ഉറപ്പിച്ചത് രാധമ്മയോട് പറയാതെ അതങ്ങ് വഷളാക്കി. എത്ര നാളുകൊണ്ടാ ആ പ്രശ്നം പരിഹരിച്ചത്? അച്ഛൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിന്നോടിപ്പോ ഋതികമോള് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും കേട്ടു. പൊളിച്ചെന്ന് കേട്ടതൊന്നുമല്ല. എന്തായാലും കേട്ടതിപ്പോ നന്നായിന്നാ എനിക്ക് തോന്നണത്. അല്ല, നിന്റെ അച്ഛനായ എനിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല. അതങ്ങനെയാ. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ കൊച്ചിനോട് നിന്റെ ഉള്ളു നിറയെ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേര് പ്രേമമാണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം.
കുറച്ചു മുമ്പ് ഞാൻ ഈ ജ്യൂസുമായിട്ട് വന്നതാ. അപ്പൊ മോളും രാജുവും കൂടെ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന കേട്ടു. അതാ ഞാൻ തിരികെ പോയത്. പനിക്ക് നേരിയ കുറവുണ്ട്. ഇപ്പൊ ചൂട് കുറവാ. അല്ല, രാജു ഇവിടെ പോയതാ? പറഞ്ഞില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ വരുമായിരിക്കും. എന്റെ മോളെ, ഇന്നലെ മുതൽ അവനുണ്ടായൊരു ടെൻഷൻ. മോക്ക് പനിയാണെന്ന് അറിഞ്ഞത് മുതല് അവന്റെ മോക്കും അങ്ങ് മാറി മോളെ. അവന്റെ നെഞ്ചിൽ തീയാണെന്ന് തോന്നിപ്പോ. ഭാര്യയ്ക്ക് പനി വന്ന ഇങ്ങനെ പേടിക്കുന്നൊരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. രാധമ്മ പറഞ്ഞത് ശരിയാ. രാജു എന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അതുമാത്രല്ല, രാത്രി ഉറങ്ങിയിട്ടുമില്ല. ഇവിടെ ആ കസേരയില് ഇരിക്കായിരുന്നു നേരം വെളുക്കും വരെ. അവനെന്റെ മകനായതുകൊണ്ട് പറയല്ല മോളെ. അവൻ ഒരു കളങ്കമില്ലാത്തവനാ. അവനെ മോളെ രാധമ്മ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. രണ്ടുപേരും ഒരുപോലെ എന്റെ മക്കളാ. സത്യം പറഞ്ഞ ഞാൻ ഇന്നലെയാ അവന് മോളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇത്രയും കൂടുതൽ മനസ്സിലാക്കുന്നത്. മോളെന്ന് വെച്ച അവന് ജീവനാ.